ഇതിനിടയിൽ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ജോസ് കെ മാണിക്ക് ഓഫർ വെച്ച് ബിജെപിയും എന്നുള്ളതാണ്. രാജ്യസഭാ MP സ്ഥാനവും കേന്ദ്രമന്ത്രി പദവും വാഗ്ദാനം ചെയ്യുന്നു. ഉപാധികളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നതായ വിവരവും പുറത്തുവിടുന്നുണ്ട്. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP നീക്കം. ജോസ് വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാം എന്ന വിലയിരുത്തലിലാണ് BJP നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്നും BJP വിലയിരുത്തുന്നു. BJPയിലേക്ക് സമീപകാലത്തെത്തിയ PC ജോർജ് ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്ത് ഇന്നലെ നിലപാടെടുത്തതും നമ്മൾ കണ്ടിരുന്നു. ജോസ് കെ മാണിയുടെ ഇടത് പ്രവേശനത്തെക്കുറിച്ച് ആദ്യ വാർത്ത നൽകിയതും News 18 തന്നെയാണ്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചാഞ്ചാട്ടം ജോസ് കെ മാണിക്കുണ്ടായേക്കാം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മധ്യകേരളത്തിലുണ്ട് താനും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും ഒപ്പം കയ്യിലിരിക്കുന്ന രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണി CPIക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതുമൊക്കെ ചർച്ചയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. അതുകൊണ്ട് അങ്ങനെ തന്നെ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കേട്ടതാണ് കേരള കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം. ജോബ് മൈക്കിളിൻ്റെ പ്രതികരണം കേട്ടിരുന്നു. 2 MP മാരുമായി ഇടതുമുന്നണിയിലേക്ക് വന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്ന് ഓർക്കണം എന്ന തരത്തിൽ ആ അസംതൃപ്തി അവിടെ പുകയുന്നുണ്ട്. പക്ഷേ BJPയുടെ ഓഫർ അവർക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീജിത്ത് പുറത്തുവിടുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണ്? പ്രാഥമിക ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഇതിനുണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, അതിനുള്ള സാഹചര്യം ഇപ്പോഴത്തെ കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. തൃശ്ശൂരിൽ BJP വിജയിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരവും ആലപ്പുഴയും പോലുള്ള വിവിധ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. BJPയുടെ ഒരു കൃത്യമായ കണക്ക് ഇതാണ്. അതായത് ഈ തൃശ്ശൂർ അടക്കം ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ്, വലിയ തോതിൽ ലഭിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നും അവർ കണക്ക് കൂട്ടിയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ട് വർധനയിലും ക്രൈസ്തവർക്ക് പങ്കുണ്ട് എന്നും BJP കരുതുകയാണ്. അതായത് കുറേ കാലമായി BJP നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ അത് വിജയം കാണുന്നു എന്നതാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ V മുരളീധരന്റെ പ്രചരണം ഉൾപ്പെടെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് കാര്യമായി പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകാം, നേട്ടമുണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 സീറ്റ് ഒക്കെ നേടുന്ന നിലയിലേക്ക് ഭാവിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊതു സാഹചര്യം, നമുക്കറിയാം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ഫലത്തിൽ ജോസ് കെ മാണി ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം എത്തുന്നുണ്ട്. കാരണം കടുത്തുരുത്തിയും പാലയുമാണ് കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് വളരെ പ്രാധാന്യത്തോടെയുള്ള 2 മണ്ഡലങ്ങൾ, അവർക്ക് അണികളുള്ള വോട്ടുള്ള മണ്ഡലങ്ങൾ. ആ 2 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ 2 ചിഹ്നം മത്സരിച്ചിട്ടും പരാജയപ്പെടുന്നു. 2 ഏതാണ്ട് 11,000 12,000 ഒക്കെ ലീഡുകൾ വരികയും ചെയ്യുന്നു. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും പാലയിലോ കടുത്തുരുത്തിയിലോ മത്സരിച്ചാൽ ഒരുപക്ഷെ ജോസ് കെ മാണി വീണ്ടും വിജയിക്കും എന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ഘട്ടത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ഒന്ന് കയറി ഫോർവേഡ് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ പദവി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, ഈ 2 ഓഫറുകളാണ് BJP അനൌദ്യോഗികമായി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ച് ഒരു ഡീലിന് തുടക്കമിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി മുന്നണിയിലെത്തിയാൽ മധ്യ കേരളത്തിലെ പല സീറ്റുകളിലും നേട്ടമുണ്ടാക്കാം എന്നും അവർ കരുതുകയാണ്. ഈ പാല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BJPക്കും ഏതാണ്ട് 27,000-ഓളം വോട്ടുകൾ പിടിച്ച സാഹചര്യമുണ്ട്. N ഹരി മത്സരിച്ചപ്പോൾ 25,000 കിട്ടിയ സാഹചര്യമുണ്ട്. അതിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി ചേർന്നാൽ അവിടെ നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം പിടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഈ മണിപ്പൂർ വിഷയമൊക്കെ കത്തി നിൽക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ജോസ് കെ മാണിക്കും ഒരു ആശ്വാസം നൽകുന്നതാണ്. കാരണം പോയാൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ സാധ്യതയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ LDFൽ രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നേക്കാം എന്നുള്ള സാഹചര്യം. അപ്പോൾ വീണ്ടും അതൊരു മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് പോകും. UDFലേക്ക് മടങ്ങാനുള്ള ഓഫറുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിലൊന്ന് ആലോചിച്ച് തീരുമാനിക്കാനാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരിട്ടാണോ ഇത്തരം ചർച്ചകൾ ജോസ് കെ മാണിയെ നേരിട്ടാണോ ഈ BJP വൃത്തങ്ങൾ സമീപിച്ചത്, അതോ ഇടനിലക്കാർ വഴിയുള്ള നീക്കമായിരുന്നു? നമുക്കറിയാം നേരത്തെ മധ്യകേരളം കേന്ദ്രമാക്കി ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പാർട്ടിയിലേക്ക് BJP വിത്തെറിഞ്ഞിരുന്നു. പക്ഷെ അത് കിളിച്ചില്ല.
ഫലം കണ്ടില്ല, പുഷ്പിച്ചില്ല. അങ്ങനെ ഒരു വിഷയം നമ്മൾ കണ്ടതാണ്. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും തിരിച്ച് കേരള കോൺഗ്രസുകളിലേക്ക്, ജോണി നെല്ലൂരിനെ പോലുള്ളവരൊക്കെ മടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ജോസ് കെ മാണിയോട് നേരിട്ട് ഈ വിഷയം സംസാരിക്കത്തക്ക വിധത്തിൽ ഈ വിഷയം വളർന്നു എന്ന് കരുതാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ ശ്രീജിത്ത്? രഞ്ജിത്ത്, ഇതില് ഇത്തരം ഓഫറുകൾ ജോസ് കെ മാണിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരു പാർട്ടി നേതൃത്വവും ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ ഇതിന് അനുകൂലമായൊരു പ്രതികരണമോ അല്ലെങ്കിൽ BJP അനുകൂല പ്രസ്താവനയോ ഒന്നും നടത്താൻ ജോസ് കെ മാണിയും തയ്യാറല്ല. പക്ഷെ ജോസ് കെ മാണിയിലേക്ക് ഈ ഒരു ഓഫർ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. BJP തന്നെയാണ് അതുമായി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും, അതിൽ വ്യക്തത വരുന്നതോടുകൂടിയായിരിക്കും ഇക്കാര്യത്തിലൊരു എന്താണ് ഇനി അന്തിമമായി സംഭവിക്കുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരിക. ഒരു കാര്യം തീർത്തു പറയാം, BJP ജോസ് കെ മാണിയെ ആഗ്രഹിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോഴും പല പ്രതിസന്ധികൾ അവിടെയുമുണ്ട്. ജോസ് കെ മാണിക്ക് ഉൾപ്പെടെയുള്ളവർക്കറിയാം, ഇപ്പോൾ റോഷി അഗസ്റ്റിനെ പോലുള്ളവർ BJPയിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഡോക്ടർ N ജയരാജിന്റെ സാഹചര്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് അദ്ദേഹം എന്ത് നിലപാടെടുക്കുമെന്ന് ഇനിയും വ്യക്തതയില്ല. പ്രത്യേകിച്ച് റോഷിയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് ജയരാജ്, പക്ഷേ ജോസ് കെ മാണിയുടെയും അടുപ്പക്കാരൻ തന്നെയാണ്. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഈ ഡോക്ടർ N ജയരാജ് വിജയിക്കുന്നതടക്കം BJPയുടെ വലിയ പിന്തുണ വോട്ടുകളിൽ ഉണ്ട് എന്നാണ്. അതോടെ BJPയിലേക്ക് എത്തിയാൽ പോലും ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന വിലയിരുത്തൽ തന്നെ ആ പാർട്ടിക്കുണ്ട്. എന്തായാലും രഞ്ജിത്ത്, ഇതൊരു പ്രാഥമിക ചർച്ചകളാണ്. ഇനി കേരളത്തിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പദം നേരത്തെയും ആഗ്രഹിച്ചതാണ് എന്ന ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. PC ജോർജ് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അതുണ്ട്. അതായത് UDF സർക്കാരിന്റെ കാലത്ത് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു സമയത്ത് അതിൽ നിന്ന് ജോസ് കെ മാണിയാണ് പിന്തിരിപ്പിച്ചത്. അത് തൊട്ടടുത്ത UPA സർക്കാരിൽ ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി പദവി കിട്ടും എന്നുള്ള കാര്യം എന്ന നിലയിലായിരുന്നു ആ ചർച്ചകൾ ആ ഘട്ടത്തിൽ മറ്റൊരു സംശയമുള്ള ശ്രീജിത്ത്, ഈ ജോസ് കെ മാണിക്കാണല്ലോ ഇങ്ങനെയൊരു ഐക്യം സാധ്യമായാൽ, BJPയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടായാൽ ജോസ് കെ മാണിക്കാണല്ലോ വ്യക്തിപരമായ പ്രയോജനം ഉണ്ടാകുക. MP സ്ഥാനം കിട്ടും, ഒപ്പം മന്ത്രിസ്ഥാനം, കേന്ദ്ര മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് റാങ്കോട് കൂടിയൊക്കെ ഉറപ്പാണ്. കാരണം മധ്യ കേരളത്തിലെ ശക്തമായ പാർട്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ BJP വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു വധുവുമാണ്. ഇവിടെ ജോസ് കെ മാണി ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായാൽ അത് ഒരു നെടുക പിളർപ്പിലേക്ക് ഈ കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കില്ലേ? സ്വാഭാവികമായും LDF മന്ത്രിസഭയിലും മന്ത്രിസ്ഥാനമുള്ള കക്ഷിയാണ് ജോസ് കെ മാണിയുടെ കക്ഷി. അവിടെ ഇപ്പോൾ തന്നെ ആ പാർട്ടിയിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന വിവരങ്ങൾ ചില ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളും പങ്കുവെക്കുന്നുണ്ട്. പലതരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലാതെ നടക്കുന്നുണ്ട്. UDFയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനൊരു ഓഫർ അത് സാധ്യമായാൽ നെടുകെ ഒരു പിളർപ്പ്, ഒരു ഭാഗം മാത്രം BJPയിലേക്ക് പോവുക, മറുഭാഗം LDFന്റെ UDFന്റെ ഭാഗമാവുക, അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്? രഞ്ജിത്ത്, സ്വാഭാവികം അങ്ങനെയൊക്കെയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം. അങ്ങനെയൊക്കെ ഒരു പാർട്ടിയായി നിന്നിട്ട് ഒരുമിച്ച് തന്നെ പോകണം എന്നൊന്നുമില്ല. അതിൽ നിന്ന് വിഘടിച്ച് പോകാം. പിളർപ്പുകൾ സാധാരണമാണ്. എന്തായാലും ഇവർ ആഗ്രഹിക്കുന്ന ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എത്തിക്കുക. ജോസ് കെ മാണിക്കൊപ്പം പരമാവധി MLA, ഇപ്പൊ റോഷിയെ പോലുള്ളവർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണിയെ പോലെ ഒരു ഫിഗർ BJPയിലേക്ക് എത്തുന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ജോസ് കെ മാണിക്ക് മാത്രമല്ല, അത് BJPക്കും ഗുണമാണ് എന്ന് BJP കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഒരു കോട്ടയം മധ്യകേരളം മാത്രം ലക്ഷ്യം വെച്ചല്ല, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒരു വോട്ട് ബേസ് അത് ക്രൈസ്തവർക്കിടയിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് BJP കരുതുന്നുണ്ട്. അവർ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം വിജയമാണ് എന്നൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസവും അവരെ സംബന്ധിച്ചുണ്ട്. അതാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് BJP നേതൃത്വത്തെ വെച്ചിരിക്കുന്നത്. ഇതിലൊരു അന്തിമമായ തീരുമാനം എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ ഇനി രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം പ്രധാനപ്പെട്ടതായിരിക്കും. ജോസിന് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫലത്തിൽ ജോസ് കെ മാണിക്കും ഇത് പ്രധാനപ്പെട്ട ഒരുപക്ഷെ പാർലമെന്ററി പൊളിറ്റിക്സിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു പദവി കൂടിയായിരിക്കും. കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് BJPയിൽ നിന്ന്, ഭരിക്കുന്ന NDAയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത ഇത്തരത്തിലൊരു പ്രാഥമികമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. BJP വളരെ കാര്യമായി, വളരെ സീരിയസ് ആയി ജോസ് കെ മാണിയെ ഒപ്പം എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ജോസ് കെ മാണി ഇതിനോട് നോ പറഞ്ഞിട്ടില്ല.
എന്നാണ്. അതായത് അനൗപചാരികമായി നടന്ന ചർച്ചകളിൽ നോ പറഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ച ശേഷം ഇനി ദിവസങ്ങളിലെ ഇടതുമുന്നണിയിലെ ചർച്ചകളൊക്കെ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. എന്തായാലും ഒരു പാർട്ടി നേതൃത്വത്തിനും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ PC ജോർജ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട് അവർ BJP ലയിക്കുകയാണ് നല്ലത് എന്ന അഭിപ്രായം. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരെ PJ ജോസഫിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു, മാണി സി കാപ്പനെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാണി സി കാപ്പനെയൊക്കെ ഒപ്പമെത്തിക്കാൻ വളരെ മുൻപ് തന്നെ പല ശ്രമങ്ങളും നടത്തിയതാണ്. പക്ഷെ കാപ്പൻ ആ ഘട്ടത്തിൽ അതിനോട് വഴങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉയർന്നു വന്ന സമയത്ത് സഭകൾക്കിടയിൽ വലിയ അതൃപ്തി BJP നേതൃത്വത്തോടുണ്ടായിരുന്നു. പക്ഷെ അതേ മണിപ്പൂർ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് BJPക്ക് കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് ഷെയർ കൂട്ടാനും കഴിഞ്ഞത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അതിന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ വലിയ ജോർജ് പൊടിപ്പാറ തുടരുക.